അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റബീഉൽ അവ്വലാണ് കടന്നു വരുന്നത്. ലോക മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെയും ഈമാനികമായ ആവേശത്തിൻ്റെയും ഒരു മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. 2 ദിവസം മുമ്പ് ഞാൻ ബ്യാരി ഭാഷയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. പല ആളുകളും മലയാള ഭാഷയിൽ അത് പറയണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് വീണ്ടും അതിനെ സംബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ വർഷത്തിലും മുജാഹിദുകൾ, വഹാബികളായ ആളുകൾ മുഅ്മിനീങ്ങളുടെ ഈമാനിനെ തെറ്റിക്കാൻ വേണ്ടി പല ചോദ്യങ്ങളുമായി വരാറുണ്ട്. നബിദിന ആഘോഷം അനിസ്ലാമികമാണെന്നും ഖുർആനിലും ഹദീസിലും അതിൽ തെളിവില്ല എന്നും സ്വഹാബാക്കളും താബീകൾ അത് ആചരിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് അവർ സാധാരണയായി ചോദിക്കാറുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി 2 തെളിവുകൾ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്ത് യൂനുസിൻ്റെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാഹി അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും വബിറഹ്മതിഹി അവൻ്റെ റഹ്മത്ത് കൊണ്ടും ഫബിദാലിക ഫല്യഫ്റഹു അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. വ ഖൈറും മിമ്മാ യജ്മഊൻ അവർ സമ്മേളിക്കുന്ന, അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് മറ്റുള്ള എല്ലാത്തിനേക്കാളും ആ സന്തോഷ പ്രകടനം ഏറ്റവും ഉത്തമമാണ്. ലോക മുഫസ്സിറാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണ്. ഇന്ന ഫദ്ലല്ലാഹി അൽ ഇൽമു വറഹ്മത്തുഹു മുഹമ്മദ് റവാഹുല്ലാഹു അൻ ഇബ്നു അബ്ബാസ് എന്ന ഹദീസിൽ കാണാം. റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് നബിയാണ്. അപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ജനിച്ചു വരിക എന്നുള്ളത് അത് വലിയ ഒരു സന്തോഷമാണ്, ആഘോഷത്തിൻ്റെ സന്ദർഭമാണ്. ഈമാനികമായ മനസ്സിനെ സന്തോഷിക്കപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ജന്മദിനത്തിനിക്ക് എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കാറുണ്ടായിരുന്നു. സ്വഹാബത്തിനോട് നോമ്പൊടിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് പ്രവാചകരെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നതിൻ്റെ രഹസ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ഉലിതു, ആ തിങ്കളാഴ്ച ദിവസം എന്നെ പ്രസവിക്കപ്പെട്ടതായ ദിവസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച ദിവസത്തിനിക്ക് പ്രത്യേകതയുണ്ട് എന്ന് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഉലമാ വിശദീകരിച്ചതായി കാണാം. അപ്പോൾ നോമ്പനുഷ്ഠിക്കുക എന്ന് മാത്രമല്ല, ഏതുകൊണ്ടും ഇബാദത്തുപരമായും നന്മപരമായും എന്തെല്ലാം വിധത്തിൽ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷം പ്രകടിപ്പിക്കാനുണ്ടോ അതുകൊണ്ടൊക്കെയും ചെയ്യാമെന്ന് ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം ആഘോഷിച്ചതായ ഒരു ഹദീസ് കാണാം. ലമ്മാ ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോൾ ജഅലൻ നിസാഉ വസ്ബിയാനു വൽ വലാഇദു യഖുൽന, റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുമ്പോൾ അവിടെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജനിച്ച ദിവസം ആഘോഷിക്കാൻ വേണ്ടി അവിടുത്തെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ കുട്ടികളും വലിയ ആളുകളൊക്കെയും അവർ ഇങ്ങനെ ആവേശത്തിൽ കാത്തു നിൽക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട്.
മാത്രമല്ല കുട്ടികളൊക്കെയും അവിടുന്ന് പാടാൻ തുടങ്ങുകയാണ്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീന ജിഅത ബിൽ അംറിൽ മുതാഇ ജിഅത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. മദീനയുടെ കുട്ടികളും അതുപോലെ തന്നെ ആണുങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു. ചരിത്രം പഠിപ്പിക്കുന്നു അത് റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് ജാഥയിലും മറ്റും ഈ പദ്യങ്ങൾ പാടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനത്തെ ആഘോഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ലോകത്തിനിക്ക് തന്നെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിനിക്ക് ശുക്ർ ചെയ്യുക. ജാഥയായാലും മൗലിദ് ആഘോഷിക്കുകയായാലും പാട്ടും ബുർദയായാലും റസൂലുള്ളാഹിൻ്റെ മദ്ഹ്, അവിടുത്തെ ചരിത്രങ്ങൾ, അവിടുത്തെ മഹിമകൾ ഇങ്ങനെ പറയുമ്പോൾ അത് റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കലാണ്. ആ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വഹാബികളായ ആളുകൾ മുസ്ലിമീങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നോക്ക് നിങ്ങൾ, അവിടുത്തെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണ് മുജാഹിദുകൾ, അതുപോലെ തന്നെ സലഫികൾ, വഹാബികളായ ആളുകളൊക്കെയും വളരെയേറെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന് പേര് വിളിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ വലിയ പണ്ഡിതൻ എന്നാണ് അർത്ഥത്തിൽ അവർ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യ വഹാബികളുടെ നേതാവാണ്, ലീഡറാണ്, അവരുടെ ആധികാരിക പണ്ഡിതനാണ്. ആ ഇബ്നു തൈമിയ്യ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് സദസ്സുണ്ടാക്കിയാൽ അതിനിക്ക് വണ്ണമായ പ്രതിഫലം, ചെറിയ പ്രതിഫലമല്ല, വണ്ണമായ പ്രതിഫലമുണ്ട്. ഞാനിത് വെറുതെ പറയല്ല. വേണമെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഇബ്നു തൈമിയ്യ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഫതഅദീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ, മൗലിദിനെ ജന്മദിനത്തെ ബഹുമാനിക്കൽ, അതിന് വേണ്ടി സദസ്സ് ഒരുക്കൽ, ഖദ് യഫ്അലുഹു അൻ ബഅദുന്നാസ്, അന്നത്തെ കാലത്ത് തന്നെ ചില ജനങ്ങൾ ഇതൊക്കെയും ആ സദസ്സ് ഒരുക്കാറുണ്ടായിരുന്നു. വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീം, അങ്ങനെ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തെ ബഹുമാനിക്കലും അതിന് വേണ്ടി സദസ്സ് ഒരുക്കലും ചെയ്യുക എന്നുള്ളത് വണ്ണമായ കൂലിയുണ്ട് എന്നാ, അനാചാരമുണ്ട് എന്നല്ല, ഹറാമു എന്നല്ല പറഞ്ഞത്. അവരുടെ നേതാവ് തന്നെ പറയുന്നത് അജ്റുൻ അദീം, വണ്ണമായ കൂലിയുണ്ട് എന്നാണ് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിനൊക്കെ കാരണം? ലിഹുസ്നി ഖസ്ദിഹി, നല്ല ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ്. വതഅദീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തരത്തിലുള്ള ജന്മദിനത്തെ ബഹുമാനിച്ചിട്ടും അതുപോലെ തന്നെ സദസ്സ് ഒരുക്കിയിട്ടും ഒക്കെയും ചെയ്യുന്നത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതിന് വേണ്ടി വണ്ണമായ കൂലിയുണ്ട് എന്ന് മുജാഹിദുകളുടെയും വഹാബികളുടെയും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി എത്രയാ തെളിവ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ തന്നെ ആഘോഷം ഉണ്ടായല്ലോ, പിന്നീടല്ല. എത്ര ആഘോഷങ്ങളാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, മുജാഹിദുകൾ മങ്കൂസ് മൗലിദ് ഓതാത്തതിന്റെ രഹസ്യം അതാണ് മനസ്സിലാകുന്നത്. ആ മങ്കൂസ് മൗലിദിൽ തന്നെ കാണാം ലമ്മാ ഉലിദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമദത്തിൽ കല്ലൈലത നാറു ഫാരിസ, കണ്ടോ? ആ രാത്രി റസൂലുള്ള ജനിച്ചതായ രാത്രിയിൽ ഫാരിസിന്റെ അഗ്നികുണ്ടാരം അത് അടഞ്ഞുപോയി, കെട്ടുപോയി.
വലം തകുൻ ഹമദത് ഖബല ദാലിക ബിഅൽഫയാം, അതിൻ്റെ മുമ്പ് 2000 വർഷക്കാലം മുമ്പ് അത് കെടാതെ സൂക്ഷിച്ച് മറ്റേ മജൂസിയാക്കള് സൂക്ഷിച്ചു കൊണ്ടുണ്ടായിരുന്ന അഗ്നികുണ്ടാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ അത് കെട്ടുപോയി. ഓർത്ത ചെയ്യുവാനു കിസ്റ വസഖത്തത് മിൻഹു 14 ശുർഫത്തൻ വഖാലത്ത് ബഹീറത്തു സാവ. ആ മങ്കൂസ് മൗലദിന് പോലും പറയുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, കിസ്റ കൈസറിന്റെ ഗോപുരങ്ങൾ 14 ഗോപുരങ്ങൾ തകർന്നു വീണു. മാത്രമല്ല സാവ തടാകം മുറ്റിപ്പോയി. വഅസ്ബഹത അസ്നാമു ദുനിയ കുല്ലുഹാ മങ്കൂസ. എത്ര ആഘോഷങ്ങളാണ് സംഭവിച്ചത്! 2000 വർഷം മുമ്പ് കെടാത്ത അഗ്നികൊണ്ടാരം ഫാരിസിന്റെ കെട്ടുപോയി. അതുപോലെ തന്നെ കിസ്റ കൈസറിന്റെ കൊട്ടാരത്തിന്റെ ഒരുപാട് ഗോപുരങ്ങൾ തകർന്നു വീണു. മാത്രമല്ല സാവ തടാകം മുറ്റിപ്പോയി. മങ്കൂസ, ബിംബങ്ങൾ തലകുത്തി വീണു. ശൈത്താന്മാർ അനാകാശത്തിലേക്ക് മലക്കുകളുടെ സംഭാഷണം കട്ടുകേൾക്കുന്ന സമ്പ്രദായം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിക്കുന്നതിന് മുമ്പ് അവർക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ജനിച്ചു വീഴുന്ന അന്ന് രാത്രി ശൈത്താന്മാർക്ക് പിന്നെ ആകാശത്തിലേക്ക് പ്രവേശനമില്ല. അവിടെ പോയാൽ മലക്കുകൾ ചെങ്കോല കൊണ്ട് ശൈത്താന്മാർക്ക് എറിയും. അതൊക്കെയും സംഭവിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്നത്തെ രാത്രിയാ. ആഘോഷങ്ങളില്ല എന്ന് പറയും. എന്താ ആഘോഷങ്ങളാ ഉണ്ടായത്? നമ്മൾ ഇപ്പോഴൊന്നും പോലത്തെ ആഘോഷങ്ങളല്ല. റസൂലുള്ള ജനിച്ച അന്ന് തന്നെ ഒരുപാട് ആഘോഷങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. മുജാഹിദുകളൊക്കെയും ഇത് കണ്ണു തുറന്ന് നോക്കണം. നിങ്ങളുടെ ഈമാൻ സുരക്ഷിതമാക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ ഈമാൻ നിങ്ങൾ വഞ്ചിക്കരുത്, അവരെ നിങ്ങൾ വസ്വാസിൽപ്പെടുത്തരുത്. ഇത്തരം ആശയങ്ങളും ആധികാരികമായ തെളിവുകളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ലലാലത്താണ്. ശൈത്താനിനെ കൂട്ടുപിടിക്കലാണ്. അത് ശൈത്താൻ ഇബ്ലീസിൻ്റെ പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾക്കും ഞങ്ങൾക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.